ആ അമ്മ വരുന്നുണ്ട്. കൊണ്ടാക്കാനൊന്നും വന്നിട്ടല്ല, അവൾ ഒറ്റക്ക് തന്നെ വന്നിനി. ഒറ്റക്ക് വരുന്നതായിരിക്കും ഇഷ്ടം, അതുകൊണ്ടായിരിക്കും. വേഗം നീ ഒരു ചായ കൊള്ളാൻ. ഇന്ന് കോളേജ് ലീവ് ആക്കിയല്ലേ? ഭയങ്കര വെയിലാന്ന്, ചൂടത്ത് സ്കൂട്ടി ഓടിച്ച് വന്നിട്ട് അവിടെ പോയപ്പോഴും തടി വെച്ചു. എല്ലാമേ തടിയൊന്നും വെച്ചിട്ടാ പറ്റ ക്ഷണിക്കും ഏതിന് പറ്റ പോയി. എന്റെ മോള് തടിക്കാനും ക്ഷണിക്കാനല്ല ആയ. നിങ്ങൾ രണ്ടാളും എന്താ ഈ പറയുന്നത്? 2 ആഴ്ച കൊണ്ട് എന്ത് മാറ്റം വരാനാന്ന്? എത്ര ദിവസത്തേക്കാണ് ലീവ് കിട്ടിയത്? എന്നാ ജോലി അത് ലീവ് എന്ന് പറയാൻ വേണ്ടിട്ട്. എനിക്ക് വൈകുന്നേരം പോണം, കാരണം 2 ആഴ്ചയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടു. ഏട്ടൻ ഇന്നലെ പോയിനി. പോയാണ്ട് വന്നിട്ട് ആള് പറയില്ലേ എന്നോട് ഞാൻ നേരത്തെ ചായക്ക് വെള്ളം വെക്കാൻ പറഞ്ഞേ. ഒരു ചായക്ക് വെള്ളം കുറച്ച് ബൂസ്റ്റ് കൂടി കളിക്കും, കോക്കോ കൊണ്ട് കൊടുക്കേ. ഓ എനിക്ക് കൊണ്ടു തരുമ്പോഴത്തേക്ക് എനിക്ക് അത്ര പിടിക്കുന്നില്ല എന്നൊന്നല്ല. അല്ലമ്മേ? അതെ അതെ. മോളെ എങ്ങനെയുണ്ട് അടുത്ത അമ്മയച്ഛനെല്ലാം? അമ്മയച്ഛനൊന്നും ഇല്ല, കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നേ. പിന്നെ അച്ഛൻ ഇപ്പൊ ഫുള്ള് ബന്ധുക്കളല്ലേ. ഏട്ടൻ ഇന്നലെ പോകുന്നതുകൊണ്ട് കുറെ ബന്ധുക്കൾ ഉണ്ടായിനി. പിന്നെ എല്ലാ തിരക്കിന്റെ അടുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അച്ഛൻ കുറെ പറഞ്ഞു കൊണ്ടാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒറ്റ പോയിക്കോളും, നമുക്ക് പ്രശ്നമില്ല, കാടിയുടെ എല്ലാം പോകാനുണ്ട് കുറച്ച് സ്ഥലത്തെല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒറ്റക്ക് വന്നേ. അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ നാട് പോണ്ടേ, വൈകുന്നേരം വരെ എനിക്ക് നിൽക്കാൻ പറ്റൂല. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ഉണ്ടായിട്ടു അല്ലേ? ഏതായാലും മോള് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി, അമ്മക്ക് കണ്ടു മതിയായിട്ടും പറ്റൂല. അമ്മ ഇന്ന് തന്നെ പോണം എന്തായിട്ടും. ഞാൻ പോയിട്ടാകുമ്പോ നോക്കട്ടെ, അടുത്ത മാസം ഞാൻ എന്തായാലും ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വരാം. ഇതിപ്പോ ഇന്നലെ പോയാലും വന്ന് നിൽക്കുന്നത് ശരിയാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയാണ്ടാ വന്നത്. ഇന്നിപ്പോ വൈകുന്നേരം എനിക്ക് എന്തായിട്ടും പോകണം. വരാം, നിങ്ങളെപ്പരെല്ലാം വിളപ്പെല്ലാം വന്ന് നിൽക്കണം എന്തായിട്ടും. പിന്നെ നിന്നോടുണ്ടല്ല, ഞാൻ രാവിലെ ആടെ ബാബുവിന്റെ അടുത്ത് പോയി തരാം. ചിക്കൻ കിട്ടിയിട്ടില്ല, അന്നേരം ചിക്കൻ വന്നിട്ടുണ്ടായിട്ടില്ല. ചള്ളു ചിക്കൻ അവിടെ ഞാൻ വാങ്ങിയില്ല. നീ പോയിട്ട് ചിക്കൻ വാങ്ങാം കേട്ടോ. അതിന്റെ ചങ്കിന്റെ കഷ്ണം എന്തായാലും വാങ്ങണം. ഇപ്പൊ ചങ്കിന്റെ കഷ്ണം വലിയ ഇഷ്ടമാണ്. ഞാനെന്തെങ്കിലും ഒരു ഉണക്കിന്റെ കഷ്ണം പൊരിച്ചത് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞല്ല, അതൊന്നും കൂട്ടണ കഞ്ഞൂച്ചാതിന്ന് എല്ലാം വാങ്ങാം അല്ലെ? കഷ്ടപ്പെട്ട് പണിയും എടുത്തിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ വരുന്നാന്ന്. അപ്പം വേണം നല്ല ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട്. നീ പോയി വാങ്ങിട്ട് വാടുന്നേ. അമ്മയോടെ എന്താ പറഞ്ഞേക്കുന്നത്? അമ്മക്ക് എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ വരുന്ന വരെ ചിക്കൻ എല്ലാം വാങ്ങുകയായിരുന്നു. അതാ ഓക്ക് ദേഷ്യം. വീട്ടിൽ തന്നെ അങ്ങനെ കുത്തിയിരിക്കട്ടെ, എല്ലായിടത്തും ഇറങ്ങി പഠിക്കട്ടെ. നാളെ ദൂരം പോയി പഠിക്കേണ്ടി വന്നാലോ? എപ്പം വീട്ടിൽ തന്നെ ഇങ്ങനെ അടവുത്തിയാണെങ്കിൽ ഇരിക്കാൻ കഴിയാ. നാളെ ഓളും നാളെ വേറെ വീട്ടിൽ പോകേണ്ടിയല്ലേ, എല്ലാം ചെയ്ത് പഠിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് കാലുമുക്കെല്ലാം കഴുകിയിട്ട് ഡ്രസ്സെല്ലാം മാറ്റി. ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ ആ ഷെൽഫിൽ പുതിയ വീട്ടിൽ നിന്ന് ഡ്രസ്സ് 2 വാങ്ങി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കൊടുത്തേ. പുതിയ ഡ്രസ്സ് വാങ്ങി വെച്ചിരുന്ന അപ്പൊ എനക്കോ? നിനക്കിടെ എത്രയുണ്ട് പണിയത്? ഓ എനിക്ക് വേണ്ട പുതിയ ഉപ്പായോ, നീ എന്നെ എടുത്ത. അമ്മ ഓക്ക് എന്നെ കൊടുത്തേ. എന്തിനാണ് പുതിയതെല്ലാം വാങ്ങി വെക്കുന്നേ? ഏതായാലും പണ്ട് കൊറേ നികച്ചില്ലേ നീ? ഓ എപ്പോ? എനക്കതൊന്നും ഓർമ്മയില്ല. ഓർമ്മയില്ല, ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ പൊന്നു മോള്. ഇത് എന്റെ പേന്റല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ പേന്റ് ഇടാൻ പാടില്ലാന്ന്? എനിക്ക് എത്ര പേന്റുണ്ട്? ഞാൻ എപ്പ എന്റെ സാധനം എടുക്കുന്നേ? ഒരു സാധനം വാങ്ങി വെച്ചാൽ കിട്ടൂല, കട്ടി വരും. അതെ, അമ്മ ഈ പാന്റ് വാങ്ങുമ്പോ 2 കൂടി മാറ്റി മാറ്റി ഇടാൻ തന്നെയാണ് വാങ്ങിയത്. പിന്നെ നീ ഒരുപാട് കൂട്ടിട്ടൊന്നും പറയണ്ട. ഞാനിപ്പോ അങ്ങനെ ചെടിയിട്ടിന് വെറുതെ ജയക്കം പറയുന്നത് കേൾക്കുന്നവർക്ക് ഞാൻ എന്റെ പണി ഇതാണെന്ന്. എനിക്ക് കുറച്ച് നാണുമാനം വേണം. അങ്ങനെ ഇപ്പൊ എന്റെ പേര് ഇടണ്ട. നീ ഇട്ട് തലക്കിടുന്നത് എന്റെതല്ലേ? നിന്റെ എന്നും കുറിച്ച് എനിക്ക് തരണ്ട. ഇപ്പൊ ചോറ എന്നെ നിന്നെ കൊണ്ട്. നിന്റെ എന്റെ ഒന്നും ഇല്ല കേട്ടാ. അമ്മ 2 കൂടി യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ എല്ലാം വാങ്ങുന്നത്. എന്ത് തലക്കിടുന്നത് ഞാൻ ഇട്ട്? നീ ഇത് നീതാ ഈ 5 ക്ലിപ്പാ. ഇതിന് വരെ നീ കണക്ക് പറയും അല്ലേ? അമ്മേ പഠിക്കാൻ പറ്റുന്നില്ല എന്നിട്ടിരുന്നാളാ. ഞാൻ കൊറേ സമയം കേടോണ്ട് അടുക്കളയിൽ നിൽക്കുന്നത്. സമാധാനമായിട്ട് ഒരു പണി എടുക്കാൻ പറ്റില്ല. എന്നാ എന്തെങ്കിലും എടുക്കോ? അതും ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഓരോരോ സാധനം വാങ്ങുന്നത്. അത് ഒരാൾക്ക് 2 എന്നൊന്നും ഇല്ല. ഇവിടെ ഇല്ലതല്ല എല്ലാരും ഷെയർ ചെയ്ത് ഉപയോഗിച്ചോളുക, അത്ര തന്നെ. പിന്നെ നിന്നോടൊരു കാര്യം, നീ മൂത്തതാന്നുള്ള വിചാരം നിനക്ക് വേണം. അല്ലെങ്കിൽ എനിക്കറിയാം അമ്മ എപ്പോഴേ മോളെ ഭാഗത്ത് കൂടുകൂലൂന്ന്. എന്നെ നിങ്ങൾ തോട്ടിന്ന് ഒടിച്ചൊന്ന് കിട്ടിയതാണ്. അപ്പം കല്യാണം കഴിയാത്തോണ്ട് നമുക്കൊന്നൊരു വിലയില്ല. ഇനി വേഗം കല്യാണം കഴിച്ചേ പറ്റൂ. അമ്മേ അടുത്ത കല്യാണത്തിനുള്ള ഒരുക്കം തുടങ്ങിക്കോട്ടാ. ഇങ്ങം വന്ന ഓക്കുമായി 22 വയസ്സ്. ഇനി ഓക്കും നല്ലൊരു ആലോചന നോക്കണം. എന്തിനാ ഇത്ര തിരക്ക്? പഠിക്കട്ടെ, പഠിച്ച് ജോലി വാങ്ങട്ടെ. എന്തിനാ ഇപ്പോഴേ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്? അതിനൊന്നും ആവശ്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി ആദ്യം വേണ്ട.
പാവം ഒരു പൊട്ടി പെണ്ണാന്ന് അവൾ ഉണ്ടായോണ്ട് എനിക്ക് ഇപ്പൊ ഒരാളായി. ഓളും കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാ ഇല്ലത് ഈ വയസ്സാം കാലത്ത്. അതിന് കുറെ കാലം ഉണ്ടമ്മേ. ഇപ്പഴേ നിങ്ങൾ ആലോചിക്കണ്ട. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി വെട്ടെ. എനിക്ക് തിന്നാലും എടുത്ത് വെച്ചേ. അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത് വെക്കണ്ടേ. ഓളം കൂടി അടുത്ത് എനിക്ക് മിന്നു വന്നിട്ട് ഓളം കൂടെ മതി. ഓളില്ലാണ്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെയായിരുന്നു ഇത്രയും ദിവസം അവിടെ.